രാവിലെ മുതലേ നല്ല മഴയാണ്. ഇത് രാവിലെ മാത്രമല്ല, ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഇടയ്ക്ക് നല്ല മഴ, പിന്നെ ബ്രേക്ക്, അങ്ങനെ ആ ഒരു രീതി. ഇപ്പോൾ രാവിലെ സ്കൂളിൽ എത്തുന്നവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ ഈ മഴ പെയ്യുന്ന ഒരു രസമാണ്. കാപ്പിയൊക്കെ ഇട്ട് എന്തെങ്കിലും സ്നാക്സൊക്കെ ഇങ്ങനെ കഴിച്ച് നല്ല രസമല്ലേ വീട്ടിലിരിക്കാൻ. പക്ഷേ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ നല്ല പണിയാണ്. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ജില്ലകൾക്കും കളക്ടർ അവധി കൊടുക്കും. പക്ഷേ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം മാത്രം ഇച്ചിരി ഡിഫറെൻ്റ് ആട്ടോ. നമുക്കിവിടെ കിട്ടാറില്ല. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും മിക്കവാറും നാളെ കളക്ടർ അവധി പറയുമായിരിക്കും. പക്ഷേ നടന്നിട്ടില്ല. അതായത് നല്ല മഴ പെയ്ത ദിവസങ്ങളിൽ നമ്മൾ സ്കൂളിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഇത് കിട്ടുന്നില്ലല്ലോ. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും കളക്ടർ ഒരു അവധി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം നല്ല വെയിലായിരിക്കും. അതാണ് ഇവിടെ കണ്ടുവരുന്ന അവസ്ഥ. ഈ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴാണ് നമ്മൾ നോട്ട്സൊക്കെ കറക്റ്റ് ചെയ്യുന്നതും അതുപോലെയുള്ള നമ്മുടെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കുകയും ചെയ്യും, വിശേഷങ്ങൾ പറയും. കണ്ടോ, വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ക്രിസ്മസ് സെലിബ്രേഷനോടനുബന്ധിച്ച് ലൈറ്റ് റിഹേഴ്സൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4:30 എല്ലാവരും എത്തണമെന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് പിന്നെ ഒന്നുകൂടെ വരണമല്ലോ എന്ന് കരുതി ഞാൻ ഓർത്ത് പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. പക്ഷേ ഞാൻ ലഞ്ച് കൊണ്ടുവന്നില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഉദ്ദേശിച്ച കടയിൽ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കടയിൽ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു, പക്ഷേ അത് തീർന്നു പോയി. പിന്നെ കപ്പയുണ്ട്, ബീഫുണ്ട്, ഇതൊന്നും പിന്നെ മേടിച്ചില്ല. പിന്നെ അവിടെ നിന്നൊരു തേയിലയും കുടിച്ച് പരിപ്പ് വട, ഉഴുന്നുവട, സുഖിയൻ, ഇതിലൊക്കെ ഓരോന്ന് മേടിച്ച് കഴിച്ചിട്ട് തിരിച്ചിങ്ങി പോന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഒരു പേരൻറ്റിനെ കണ്ടു. മഴ പെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ. മഴ പെയ്യുന്ന സമയത്ത് തേയിലയും ചെറിയ സ്നാക്സൊക്കെ നല്ലതല്ലേ. പിന്നെ വീണ്ടും ഞങ്ങൾ സ്കൂളിലേക്ക് വന്നു. ഇത് നമ്മുടെ ജസ്റ്റിൻ സാറ് ചെയ്ത സാൻഡയാണ്. ഇനി 5:30 ആകുന്നത് വരെയുള്ള കാത്തിരിപ്പ്. അപ്പോഴല്ലേ ലൈറ്റ് റിഹേഴ്സൽ തുടങ്ങുകയുള്ളൂ. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും സ്കൂൾ ബസ്സൊക്കെ തിരിച്ചു വന്നു. പിന്നെ ചില കുട്ടികളൊന്നും വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. ഇത് ബാബു ചേട്ടൻ, ഞങ്ങളുടെ സ്കൂളിലെ ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചേട്ടനാണ് നോക്കുന്നത്. ചേട്ടൻ ഡാൻസ് കളിക്കുകയൊന്നും അല്ല കേട്ടോ, ഒരു കാര്യം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. വീണ്ടും 5:30 ആകാനായിട്ടുള്ള കാത്തിരിപ്പ്. ഇതും ഒരു രസം തന്നെയാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതേ. ഇതും വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന സംഭവമാണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ടീച്ചേഴ്സിനൊക്കെ വേറെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ നേരെ അവിടുന്ന് സ്റ്റാഫ് റൂമിലേക്ക് വിട്ടു. അവിടെ വന്നപ്പോൾ ചായ ഉണ്ട്, ഉഴുന്നുവട ഉണ്ട്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും, ഇവർക്ക് എപ്പോഴും ഈ ഒരു പരിപാടിയുള്ളൂ ഇവിടെ. എപ്പം നോക്കിയാലും ചായ, കാപ്പി, സ്നാക്സ്. ഇതൊന്നും അല്ല കേട്ടോ. നമ്മുടെ ജോലി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ഫ്രീ ടൈം ആണല്ലോ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമൊത്തൊക്കെ ഇരിക്കാനുള്ള കുറേ സമയമാണ്. അങ്ങനെ ഷാർപ്പ് 5:30 തന്നെ നമ്മൾ ലൈറ്റ് റിഹേഴ്സൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പ്രോഗ്രാംസും അതിൻ്റെ ഓർഡറിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കുന്ന. അപ്പം അതിലുള്ള പാർട്ടിസിപ്പൻസ്, അതുപോലെ അവരുടെ പേരൻസും അവരൊക്കെ എല്ലാവരും ഉണ്ട്. കാരണം കുട്ടികളെ തിരിച്ച് കൊണ്ടുപോകണമല്ലോ.
ഇത് നമ്മുടെ ജസ്റ്റിൻ സാറ് ചെയ്ത വർക്കാണ്. ഇതെല്ലാം സ്കിറ്റിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസാണ്. കുറച്ച് വർക്ക് സാറ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ശരിക്കും നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ഓരോ പ്രോഗ്രാമും നമ്മുടെ സ്കൂളിൽ നമ്മൾ ചെയ്യുന്നത്. ടീച്ചേഴ്സ്, കുട്ടികൾ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും. അങ്ങനെ ഒരു 8:30 ആയപ്പോഴേക്കും ലൈറ്റ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. ആദ്യം പോയി നമ്മുടെ സ്റ്റാഫ് റൂമിൽ ചെന്ന് അവിടുത്തെ രജിസ്റ്ററിൽ സൈൻ ചെയ്യുക. പിന്നെ നേരെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പോയി പഞ്ച് ചെയ്യണം. ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ റെയിൻകോട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ റെയിൻകോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഹെൽമെറ്റ് വെക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുക, ഫുഡ് എന്തെങ്കിലും കഴിക്കുക, കിടന്നുറങ്ങുക. അതുപോലെ രാവിലെ വീണ്ടും സ്കൂളിൽ വരിക.